ട്രിപ്പിൾ വംശാന്തി. ഞാൻ കുറെ തവണയായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. നായൊട്ട് തിന്നൂല്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കൂല. അത് സത്യം പറഞ്ഞാല് ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അതൊരു എന്താ പറയാ, നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാല്, പല കാര്യങ്ങൾ കണ്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാല്, എന്തെന്ത് ചെയ്യാനാണോ നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതിനൊരു എതിർപ്പുണ്ട്. നമുക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട്. ബ്രഹ്മകുമാരീസിന്റെ യോഗം പഠിച്ച് സത്യമായിട്ടുള്ള സ്നേഹം, പവിത്രത, സത്യമായ രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹമുള്ള എത്രയെങ്കിലും പേരുണ്ടാവും, കുറച്ചു പേരെങ്കിലും ഉണ്ടാവും. അവര് വീണ്ടും കളവും കാര്യങ്ങളും ചെയ്യാൻ ഇറങ്ങുമ്പോൾ, ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ സൈഡ് എഫക്റ്റ് തീർച്ചയായിട്ടും കിട്ടും. സൈഡ് എഫക്റ്റ്, കാരണം കർമ്മമാണ്. കർമ്മത്തിന്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചെറുതൊന്നല്ല. അപ്പോ അത് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ബ്രഹ്മകുമാരീസിൽ കുറച്ച് കാര്യങ്ങൾ വിമർശിച്ചുകൊണ്ടല്ലേ തുടങ്ങിയത്. അപ്പൊ എന്താ വെച്ചാൽ അവിടെ കുറെ കളവുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വളരെയധികം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കർമ്മത്തിന്റെ നിയമം അനുസരിച്ച് കിട്ടാനുള്ളത് കിട്ടിക്കോളും, താലം വെള്ളത്ത് കിട്ടും. ഇനിയിപ്പോ എൻ്റെ അടുത്തും എനിക്കും ഒരുപാട് കർമ്മദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതെനിക്കും കിട്ടും. ഇത് കാണുന്ന കുറെ വ്യക്തികളില്ലേ, ജോലിയൊക്കെ ചെയ്ത് ഗവൺമെന്റ് സാലറി ആണെങ്കിൽ അങ്ങനെ, ഇനി അതെല്ലാം ജോലി ചെയ്തിട്ട് കിട്ടുന്ന സംഭവമാണെങ്കിൽ അങ്ങനെ. അതിൽ എത്രത്തോളം സത്യത ഉണ്ടെന്ന് നോക്കണം കേട്ടാ. ഈ സത്യത എന്ന് പറഞ്ഞാല് 100 രൂപയ്ക്ക് നമ്മൾ സാധനം വാങ്ങിയിട്ട് നമ്മളത് 1000 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സംഭവമുണ്ട്. MRP തന്നെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് നമുക്ക് ഗവൺമെന്റ് അംഗീകൃതമായ സംഭവമാണ്. അതും വെട്ടിച്ചിട്ട് നമ്മൾ കുറെ ചെയ്തു. ഇപ്പൊ ഞാനടക്കം ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ സംഭവം. MRP അതൊരു ബിസിനസ് അല്ലേ. ബിസിനസ് ആകുമ്പോ MRPയുടെ സ്റ്റിക്കർ കീറി കളഞ്ഞിട്ട് സാധനം വിറ്റിട്ടുള്ള സംഭവം എനിക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അതായത് നമ്മുടെ ആ ഒരു ടീം ചെയ്യുന്നത് കൊണ്ട് ചെയ്തതാണ്. അല്ലാതെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കൂട്ടി വിൽക്കുക അങ്ങനെയല്ല. പൊതുവിൽ ഇത്ര രൂപയ്ക്കാണ് ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നത്, അപ്പൊ നമ്മളും അങ്ങനെ ചെയ്തു. എന്റെ കർമ്മമേഖലയില്ല. പക്ഷെ അത് ചെയ്യാതെ ആ കർമ്മ മേഖലയിൽ പിടിച്ചു നിൽക്കാനും പറ്റില്ല. ആ കർമ്മ മേഖലയിൽ അങ്ങനെ ഒന്നും ചെയ്യാതെ പിടിച്ചു നിൽക്കാനും പറ്റില്ല. അപ്പൊ MRPയിലും കൂടുതൽ ഇപ്പൊ ഞാൻ വാങ്ങിക്കാറില്ല. എന്താണോ നമുക്ക് മാക്സിമം റീറ്റെയിൽ പ്രൈസ് ആയിട്ട് ഗവൺമെന്റ് അപ്രൂവ്ഡ്, അത് ഇപ്പൊ ഞാൻ വാങ്ങിക്കാറുള്ളൂ. അപ്പൊ കണ്ടോ, സത്യതയിലേക്ക് ഒറ്റയടിക്ക് എനിക്ക് നേരെ സത്യതയിലേക്കൊന്നും ചെല്ലാൻ പറ്റില്ല. ആർക്കും പറ്റില്ല. അപ്പൊ ഘട്ടം ഘട്ടമായിട്ട് ഇപ്പൊ ബ്രഹ്മകുമാരീസിൽ കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് കുറച്ച് കഴിഞ്ഞാൽ തിരുത്തണം, അല്ലെങ്കിൽ പണി കിട്ടും, എനിക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊക്കെ അതിന് കിട്ടും. ഇനി വേറെ ഏതൊക്കെ കർമ്മ മേഖല ഉണ്ടോ അതില് ആരൊക്കെ ഏതൊക്കെ വിധത്തില് സത്യത ഇല്ലാതെ പോകുന്നുണ്ടോ അതിന് പണി കിട്ടും. കാരണം അതെന്താ വെച്ചാൽ ഇതിങ്ങനെയാണ്, നമ്മൾ കൊടുക്കാനുള്ളത് കറക്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ കൊല്ലത്തും കൊടുക്കേണ്ടി വരുന്നില്ല, അങ്ങനത്തെ ഒരു ചൊല്ല് അല്ല. ഈ കറക്റ്റ് ചെയ്യേണ്ടത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഹോസ്പിറ്റലിൽ ചിലവാകുമെന്ന് പറഞ്ഞിട്ട് മറ്റു ധർമ്മങ്ങളിലൊക്കെ ഇവര് പറയുന്നുണ്ട്. അതേപോലെ നമുക്ക് എവിടെയാണോ അസത്യമായിട്ട് എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യണം അത് സത്യതയിലേക്ക് പോകേണ്ടി വരും. ട്രിപ്പിൾ വംശാന്തി.